തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ, ശരിയായ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ തുറങ്കിലടക്കപ്പെടുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്ത ആളാണ് ഇയാളെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഈ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു മഹാപണ്ഡിതനെ പരിചയപ്പെടാം, ഇൽമിന് വേണ്ടി സേവനം ചെയ്ത മഹാനുഭാവൻ. ഇത് രസകരമായ അനുഭവം. ഈ മഹാനായ പണ്ഡിതൻ കള്ളനാണ് എന്ന് പറഞ്ഞ് ഒരു കള്ളൻ അദ്ദേഹത്തെ പ്രതിയാക്കിയ ഒരു ചരിത്രമുണ്ട്. അതാ ഇബ്നു അബീ റബാഹ് മുഫ്തി മക്കത വഖാദിഹാ, മക്കയുടെ ഖാദിയും മക്കയുടെ മുഫ്തിയുമായിരുന്ന അതാ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. ഖാന ഗുലാമൻ അസ്വദ്, കറുത്തൊരടിമയായിരുന്നു. അഫ്തസൽ അംഫ്, മൂക്കൊക്കെ ചപ്പിയ ഒരു ആഫ്രിക്കൻ എത്യോപ്യക്കാരനാണ് അതാ റളിയല്ലാഹു അൻഹു. ഖസീറൽ ഉനുഖി, കഴുത്തൊന്നുമില്ല, അങ്ങനെ കുറുകിയ കഴുത്താണ്, ഹൈറ്റും ഇല്ല. ഖാന മഹാനവറുകൾ ഖാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതല്ല, മക്കയിലെ ഒരു പെണ്ണിൻ്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു അതാ എന്നവരെ. അള്ളാഹുവിൻ്റെ ഇൽമു കൊടുത്തു. ഇൽമു കൊടുത്തു എന്ന് മാത്രമല്ല, മക്കക്കാർ മുഴുവനും പറഞ്ഞു, ഈ മഹാൻ മതി ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ. ഫസവ്വദൂ, മഹാനവറുകൾ അവരെ നേതാവായി പ്രഖ്യാപിച്ചു മക്കക്കാരുടെ. അതുകൊണ്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ലാ യുഫ്താ ഫിൽ ഹജ്ജ് ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ. ഹജ്ജിന്റെ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആലിമീങ്ങൾ വരും. അവരാരും മക്കയിൽ ഫത്വ കൊടുക്കരുത്. ഹജ്ജിന്റെ സമയത്ത് പോലും അതാ ഇബ്നു അബീ റബാഹ് എന്നവർ കൊടുക്കലാണ് ഫത്വ. വേറെ ആരും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് ലോക ആലിമീങ്ങൾ അംഗീകരിച്ച വലിയ മഹാനായിട്ട് മാറി. അവരിങ്ങനെ മക്കത്തെ ഹറമിലാ ജീവിച്ചത് 30 കൊല്ലം മക്കത്തെ പള്ളിയിലെ ഹറമിൽ ദർസിൽ പഠിച്ച മഹാനാണ്. അവിടെ സേവനം ചെയ്ത മഹാനാണ് അതാ റളിയല്ലാഹു അൻഹു. നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അന്നത്തെ ഖലീഫ, ആരായി ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയാം, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫമാർ. അന്നത്തെ ഖലീഫ വന്നിട്ട് അതാ എന്നവരോട് വല്ലതും ചോദിക്കാനിരിക്കുമ്പോൾ അതാ എന്നവരെ നിസ്കരിച്ച് കഴിയുന്നവർ അവിടെ ഇരിക്കും. അതാ എന്നവരെ സലാം വീട്ടിയാൽ ഖലീഫ ചോദിക്കും, അതായെ ഇന്നൊരു വിഷയമുണ്ട്, എന്താണ് ഇതിൻ്റെ മസ്അല? അതാ തങ്ങൾ മസ്അല പറഞ്ഞു കൊടുക്കും. ഖലീഫ എഴുന്നേറ്റ് പോകും, അല്ലാഹു അക്ബർ, അടുത്ത 2 റക്അത്ത് നിസ്കാരത്തിലേക്ക്. ഒരു ഭരണാധികാരിയുടെ പിന്നാലെ നടക്കുന്നത് ഒരു ആലിമിന് ഭൂഷണമല്ല. ഇത് പഠിപ്പിക്കുകയാണ് അവർ. പണ്ഡിതന്മാർ മുതലാളിമാരുടെ പിന്നാലെ നടക്കേണ്ടവരല്ല. മുതലാളിമാർക്ക് ദീന് വേണമെങ്കിൽ അവർ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോട്ടെ. ഇങ്ങനെ ഒരു ഇസ്സത്തിൻ്റെ പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു. അതാ റളിയല്ലാഹു അൻഹു ഹറമിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഹറമിലെ പള്ളിയിൽ. ഉംറക്കൊക്കെ പോയ ഒരുത്തർ കിടന്നുറങ്ങൂലേ? ഉംറക്കൊക്കെ ചെന്നാൽ എന്തൊരു ക്ഷീണമായിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തണവരെ ആ ക്ഷീണം അറിയില്ല. പെരിയിലെത്തിയ റബ്ബെ ഞാൻ ഇപ്പം എവിടെ, രാവിലെ രാത്രിയാണോ, ഇപ്പോൾ ഏത് നിസ്കാരം ഇപ്പം നിസ്കരിക്കാനുള്ളത്, ഒരു ബോധമില്ലാത്തൊരു ഉറക്കം വരുന്നൊരു ക്ഷീണം ഉണ്ടാവാറുണ്ട് ചിലർക്കെങ്കിലും അല്ലേ? ഉംറ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ആവേശത്തിൽ അറിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിന്നെ ക്ഷീണം തന്നെ ആയിരിക്കും അല്ലേ? ഉംറ കഴിഞ്ഞ് വന്നാൽ. ഉംറക്ക് പോകാത്തൊരു കൈവയ്ക്കട്ടെ, ഇതുവരെ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഒരു നിയ്യത്ത് മനസ്സിൽ വെച്ചോളൂ. അള്ളാഹു നമുക്ക് വളരെ പെട്ടെന്ന് ഹറമുകളിൽ 2 ഹറമിലും മക്കയിലും മദീനത്തും എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നീ തൗഫീക്ക് നൽകണേ തമ്പുരാന്. ബാക്കിയുള്ളവരൊക്കെ പോയവരാണ്, അൽഹംദുലില്ലാഹ്. മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ഇയാൾ കിടക്കുകയാണ്. അയാളുടെ അടുത്ത് ചെറിയൊരു ബാഗുണ്ട്, ഒരു ബെൽറ്റുണ്ട്, ഒരു പച്ച ബെൽറ്റ് ഉണ്ടല്ലോ നമ്മൾ കാരണന്മാരൊക്കെ കെട്ടണേ. അപ്പം അന്നത്തെ ഹറമല്ലേ, ഇന്നത്തെ എയർ കണ്ടീഷൻ ഒന്നല്ലല്ലോ. കാറ്റടിച്ചപ്പോൾ ഇയാളുടെ കുപ്പായം ഇങ്ങനെ പൊങ്ങിയപ്പോൾ ആ ബെൽറ്റ് ഇങ്ങോട്ട് പുറത്ത് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, 200 ദിർഹം. ആ 200 ദിർഹം ഒരു കള്ളൻ എടുത്തു കൊണ്ടുപോയി. ഹറമിൽ കള്ളനോ? കള്ളന്മാരെല്ലായിടത്തും ഉണ്ടാവില്ലേ? അവർക്കെന്ത് പടച്ചോൻ. തവാഫ് ചെയ്യുമ്പോഴേക്കാണ് പോക്കറ്റ് അടിക്കലെന്നാണ് കേട്ടത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. നമ്മൾ വിചാരിക്കും ഹറമല്ലേ, എത്ര ചെരുപ്പ് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ മാറിട്ട് പോവല്ലേ, നല്ലത് കാണും വിട്ടു പോവുകയാണ്. അങ്ങനത്തെ കുറച്ച് കള്ളന്മാരുണ്ട്.
അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ. പെരുന്നാൾക്കൊക്കെ കട്ടെടുത്തുകൊണ്ടാണ് ആൾക്കാരില്ലേ അള്ളാഹ്ക്ക് വേണ്ടി പോയി പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴേ കഷ്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം എന്ന് അങ്ങനെ പറയില്ലേ. തീരെ നിസ്കരിക്കാത്തവനൊക്കെ റമളാനെ കഴിഞ്ഞിട്ട് അവസാനം നന്നാക്കിക്കൊണ്ടെന്ന് ഇന്ന് വാടോ പെരുന്നാൾ നിസ്കരിക്കാൻ പോര്. ഓ നല്ല കുപ്പായ കെട്ട് നല്ല ചെരുപ്പ് കെട്ട് വന്ന് ആദ്യത്തെ നിസ്കരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ ചെരുപ്പ് പോയി, പിന്നെ അവൻ പള്ളിക്ക് വരില്ല. തീരെ നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് കൊണ്ടുപോയിരുന്നു മഗ്‌രിബ് നിസ്കരിക്കാൻ. ഇതുണ്ടായതാട്ടോ. അങ്ങനെ എന്താ പരിപാടി? അപ്പോൾ തീരെ നിസ്കരിക്കാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളാ. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ പുറത്തു തരട്ടെ, നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പോൾ ആദ്യമായിട്ട് നിസ്കരിക്കാൻ മഗ്‌രിബ് നിസ്കാരത്തിന് കയറ്റി കൊണ്ടുപോവുകയാണ്. 3 റക്അത്താണ് നിസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ്. 3 റക്അത്ത് 3 വട്ടം നിൽക്കലുണ്ടാവട്ടോ. ആയിക്കോട്ടെ ഞങ്ങൾ കാട്ടുന്ന പോലെ കാട്ടിയാൽ മതി, ഒപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആ മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമിന് പേച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ഇപ്പോൾ അല്ലൂടെ നിങ്ങൾ 3 പറഞ്ഞിട്ടല്ലോ കൊണ്ടുപോയത്, അത് ഇമാമിന് പേച്ചതാ. കണ്ടോ, കഷ്ടകാലം പിടിച്ചവൻ എവിടെ ചെന്നാലും കഷ്ടകാലം തന്നെയാണ് എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു 3 എന്ന് പറഞ്ഞത് വന്ന് 4 ആയിപ്പോയി. പള്ളികളിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ കള്ളന്മാർക്കിപ്പോൾ വേറൊന്നും നോക്കണ്ടല്ലോ, അവർക്ക് മുതൽ മാത്രമല്ലേ നോക്കൂ. എത്ര വലിയ കുറ്റമാണ്, എത്ര വലിയ പാതകമാണ് ഹറമിലൊക്കെ മോഷണം ചെയ്യുന്നത്. പടച്ചവനെ അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. അച്ഛാ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ബെൽറ്റിൻ്റെ ഭാഗത്ത് കാറ്റടിച്ചിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 200 ദിർഹം ഒരു കള്ളൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഉണർന്നു നോക്കുമ്പോൾ പള്ളിയിൽ ആരുമില്ല. പടച്ചോനെ എൻ്റെ പൈസ എവിടെ? നമ്മൾക്ക് ആദ്യം നോക്കുക പാസ്പോർട്ട് എവിടെയെന്നാക്കാറ്. ഉറങ്ങിച്ചാലൊക്കെ ഉംറക്കൊക്കെ പോയാൽ പാസ്പോർട്ട് ഉണ്ടോ, പൈസ ഉണ്ടോ, പേഴ്സ് ഉണ്ടോ? നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടനെ കാണുന്നില്ല, പൈസ പോയിട്ടുണ്ട്. അത്താ എന്നവർ നിസ്കരിക്കുകയാണ്. ഇയാൾക്കറിയില്ല ഇത് മക്കയുടെ ഖാളിയാണ് ഈ നിസ്കരിക്കുന്നത്, മുഫ്തിയാണ്. ഇവർക്കറിയില്ല. മൂപ്പര് വിചാരിച്ചു എൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ടേ മിണ്ടാതെ നിസ്കരിക്കുകയാണ്. ചില ആൾക്കാരങ്ങണ്ടാവല്ലോ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇയാളങ്ങോട്ട് ചെന്നിട്ട് അത്താ ഇബ്നു അബീ റബാഹ് തങ്ങളുടെ തോളിലങ്ങോട്ട് പിടിച്ചിട്ട് നിസ്കാരത്തിനങ്ങോട്ട് പിടിച്ചു വലിച്ചു. എൻ്റെ കാശ് മോഷ്ടിച്ചിട്ട് നിസ്കരിക്കാലേ വലിയ ആളായിട്ട് എന്ന് ചോദിച്ചിട്ട് അത്താ തങ്ങളുടെ നിസ്കാരം ബാത്തിലായി. റഹ്മാനായ റബ്ബേ, എന്തേ നിങ്ങളുടെ വിഷയം? എൻ്റെ കാശ് മോഷ്ടിച്ചിട്ട് എന്തേന്ന് ചോദിക്കേ. നിങ്ങൾ ഒച്ചുണ്ടാക്കല്ലേ, എത്ര കാശ് അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചു. 200 റിയാല്, 200 ദിർഹം. അന്ന് ദിർഹമാണ് വെള്ളി നാണയം. 200 ദിർഹമാ പോയത്. ഇത് ഞാൻ അടുത്തതെന്ന് വേറെ ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാനും നിങ്ങൾ തന്നെ അറിയുള്ളൂ. എന്നാൽ ഞാൻ ആരോടും പറയണ്ട, ആ 200 ഞാൻ തരാം വാന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ അച്ഛാ എന്നവർ, അവിടുത്തെ മുദരിസല്ലേ, റൂമുണ്ട്, അവിടെ കൊണ്ടുപോയി അച്ഛാ എന്നവർ 200 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, സമാധാനമായില്ലേ, ഞാൻ ആരോടും പറയണ്ട, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, കട്ടെടുത്ത ആൾ ഇങ്ങനെ ചെയ്യൂലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അലിമിയുടെ പ്രത്യേകത, ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ചെരുപ്പിടാൾ അടിച്ചു മാറ്റിക്കൊണ്ടേ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചെരുപ്പ് വെക്കുന്നതെന്ന് മനസ്സിലായി. നബവി ഇമാമിൻ്റെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നാലെ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. എന്തിനെന്നറിയോ? എടോ ഒന്ന് നിൽക്ക്, ഇന്നി വഹബ്തുഹാ ലക്, ഈ ചെരുപ്പ് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, ഖബിൽതുഹാ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. കള്ളം കേൾക്കാതെ ഓടുകയാണ്. നബി റളിയല്ലാഹു അൻഹു പിന്നെ കള്ളം നിൽക്കാഞ്ഞിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, മക്കളെ എൻ്റെ ചെരുപ്പ് അവൻ കൊണ്ടുപോയി, നാളെ അള്ളാൻ്റെ മുമ്പിൽ ഒരു ചെരുപ്പിൻ്റെ വിഷയത്തിൽ അള്ളാൻ്റെ കോടതിയിൽ ഇനിയും അവനെ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ അവന് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് ദാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് അവനെ കാണുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ചെരുപ്പിൻ്റെ വിഷയത്തിലൊക്കെ അള്ളാൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ മോശമല്ലേ? ഇനി അവനൊക്കെ ഞാനിത് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് പറയാൻ ഞാൻ പിന്നാലെ ഓടിയിട്ടോ കേട്ടില്ല, അവൻ ഓടുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ആലിമീങ്ങൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നു. നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇയാളോട് ആളുകൾ ചോദിച്ചു, അല്ല എന്തേ ഇപ്പം അത്താ എന്നവർ നിങ്ങൾക്ക് തന്നത്? പറഞ്ഞു, എനിക്ക് 200 ദിർഹം തന്നു, എൻ്റെ പൈസ ഒപ്പിരെടുത്ത്. എടോ അത് ആരാ നിനക്കറിയോ? ഇല്ല, അതാണ് അത്താ ഇബ്നു അബീ റബാഹ്, മുഫ്തി മക്കത വഖാദിഹാ, അല്ലാഹുവിൻ്റെ ഹറമായ മക്കയുടെ മുഫ്തിയും മക്കയുടെ ജഡ്ജുമായ ഖാദിയായ അത്താ ഇബ്നു അബീ റബാഹാണത്. ആ മഹാനെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഓടി വന്നിട്ട് ഈ മനുഷ്യൻ, അത്താ എന്നവരെ പൊറുക്കണേ, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഇവിടുത്തെ ഖാദിയാണ്, നിങ്ങളാണ് അത്താ എന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണേ, മാപ്പ് തരണേ. ഞാൻ പറഞ്ഞു, അതിനെന്തിന്?
ഞാനത് നിങ്ങൾക്ക് തന്നല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോടത് ചോദിക്കേണ്ടത്? എന്നോട് നിങ്ങൾ എന്തിനു മാപ്പ് പറയണം? ഞാൻ നിങ്ങൾക്കത് വിട്ടുതന്നു. ആ 200 ദിർഹം ഇനി നിങ്ങളുടേതാണ്. ഇന്നി വഹബ്തുഹാ ലക് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ വഴിയിലാണ്. അവരതുകൊണ്ട് ഒരു നന്മയോ ഒരു പ്രശംസയോ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാ റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ തെറ്റുകാരാണെന്ന് നമ്മളോട് പറയുമ്പോഴുണ്ടാകുന്നൊരു വേദന വല്ലാത്തൊരു വേദനയാണ്. വെറുതെ കുറ്റപ്പെടുത്തുക. മരുമക്കളെ വെറുതെ കുറ്റപ്പെടുന്ന അമ്മായിമാരുണ്ടാവും. വെറുതെ ഓൾ എന്ത് ചെയ്താലും കുഴപ്പമാണ്. അമ്മായിമാൻ്റെ മക്കൾ പെൺകുട്ടികൾ എന്ത് ചെയ്താലും അത് ശരിയാണ്, അതിൽ ഒരിക്കലും തെറ്റ് ചെയ്യൂല. അപ്പം അങ്ങനത്തെ ഒരു ഉമ്മാൻ്റെ മകൾ തന്നെയാണ് ഈ മരുമോളെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാതെ എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറയുന്ന ആളുകൾ, ജോലിക്കാരോട് വെറുതെ കയർക്കുന്നവർ, ചെയ്യാത്ത തെറ്റുകൾ ആരോപിക്കുന്നവർ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അയ്യുഹ സുദ്ദീഖു അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിയും പ്രവാചകന്റെ മകനും വല്ലിപ്പയും പ്രവാചകനാണ്, അവരുടെ ഉപ്പയും പ്രവാചകൻ. അങ്ങനെ ഒരു മഹത്വം യൂസുഫ് നബിക്കാണ് ഉണ്ടായത്, മറ്റാർക്കും ഉണ്ടായില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്ന പ്രവാചകന്മാരുടെ പിതാവിൻ്റെ മകൻ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരുടെ മകൻ യഅഖൂബ് നബി അലൈഹിസ്സലാം, അവരുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ഈ 4 പേരും ഒരു മഖാമിലാണ് അന്ത്യവിഷമം കൊള്ളുന്നത് ലോകത്ത്. ഈ വാപ്പയും മകനും വാപ്പയും വെല്ലിപ്പയും വെല്ലിപ്പാൻ്റെ ഉപ്പയും ഒരൊറ്റ കോമ്പൗണ്ടിലാണ് കിടക്കുന്നത് ലോകത്ത്. ഹിബ്രോൺ എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇസ്രായേലിൻ്റെ അധികാരമുള്ള സ്ഥലമാണ് ഹിബ്രോൺ. ഫലസ്തീൻ എന്ന് നമ്മൾ വിളിക്കുന്ന പുണ്യമായ ഫലസ്തീനിലെ അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഹറമുണ്ട്. ആ ഹറം എന്നതൊരു പള്ളിയാണ്. ആ പള്ളിക്കകത്താണ് ഈ 4 പ്രവാചകന്മാരും കിടക്കുന്നത്. അവിടെ ചെന്നാൽ സിയാറത്ത് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വന്നവരൊക്കെ. ഈ പോയ 2 സഹോദരങ്ങളോട് പറഞ്ഞു, കൈ ഉയർത്തി, മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ തൗഫീക്ക് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാം. ഇപ്പുറത്ത് ബാക്കരി യാക്കൂബ് നബി അലൈഹിസ്സലാം, അത് ജൂതന്മാരുടെ സൈഡ്, നമുക്ക് അങ്ങോട്ട് സിയാറത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ തൊട്ടപ്പുറത്താണ് പള്ളിയുടെ മെഹ്റാബിൻ്റെ തൊട്ട് മുമ്പിൽ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിൻ്റെ ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹ. പിന്നെ പള്ളിയിലേക്ക് അകത്തെ പള്ളിക്ക് കടക്കുന്നിടത്ത് വലതുഭാഗത്ത് സാറാ ബീവി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഇവരൊക്കെ കിടക്കുന്നത് ഒരൊറ്റ കോമ്പൗണ്ടിലാണ്, ഒരു പള്ളിക്കകത്താണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങൾ അറിഞ്ഞ നബിയാണ്. ഇങ്ങനത്തെ ഒരു സുമുഖനായ പ്രവാചകൻ കിണറ്റിലെറിയപ്പെടുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ബിദറാഹിമ മഅദൂദ, വളരെ എണ്ണപ്പെടുന്ന ഥമനിൻ ബഖ്സിൻ, തീരെ വിലയില്ലാത്ത വെറുതെ കിട്ടണ പോലെ യൂസുഫ് നബിയെ വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നാ. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വ്യഭിചരിക്കാൻ വേണ്ടി പറഞ്ഞു വീട്ടുകാരി പെണ്ണ്. ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു. നിരപരാധിയായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലടക്കപ്പെടുന്നു. വസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി, വ്യഭിചാരത്തെക്കാളും നല്ലത് ജയിലിൽ പോകലാണ്, ഞാൻ ജയിലിൽ പോവുകയാണ്. എൻ്റെ മുഅ്മിനേ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഈ ചരിത്രം വായിക്കാനും പറയാനും വളരെ എളുപ്പമാണ്. അസീസ് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരിയുടെ ഒരു ഈജിപ്തുകാരി പെണ്ണാണിത് എന്നാലോചിക്കണം. അത്യാവശ്യം സൗന്ദര്യവും ശരീരഭംഗിയും അള്ളാഹു നൽകിയ വിഭാഗമാണ് ഈജിപ്തുകാർ. ഫലസ്തീൻ, ഷാമുകാർ, അതൊക്കെ യൂറോപ്പിൻ്റെ ഒരു ടച്ച് അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. ബൈ എത്നിസിറ്റി അവരൊക്കെ യൂറോപ്യരാണ്. അസീസിൻ്റെ ഭാര്യ ഫറാവദത്തുഹുല്ലതി അൻ നഫ്സി, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വ്യഭിചരിക്കാൻ വേണ്ടി പറയുന്നു. യൂസുഫ് നബി നാട്ടിലല്ല, നാട്ടിലുള്ള സമയത്ത് ചെയ്യാത്തത് നാട് വിട്ട് മനുഷ്യന്മാർ ചെയ്യും. അതുകൊണ്ടാണ് നാട് വിട്ടു പോകുന്നത്, പ്രവാസ ജീവിതം നയിക്കുന്നത് കരുതലോടെ ജീവിക്കേണ്ട ഒരു കാലമാണ് എന്ന് ആലിമീങ്ങൾ പറയാൻ കാരണം. നബി തങ്ങളുടെ ഹദീസുകളിലൊക്കെ ഉർബത്ത് വലിയൊരു പരീക്ഷണമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ ഏത് ഓട്ടോറിക്ഷ ബൈക്ക് വന്നാലും അത് ആരാ വന്നത്, ആരാ അവിടെ കയറിയത്, അതിപ്പോൾ ആരാ പോയത്,
ഇതൊക്കെ കുറേ CCTV എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കണ്ടിരുന്നു, കുറേ വേഷന്മാർ മതിലും ഇരിക്കണത്, നാട്ടിലെ പഴയ കാലത്തെ CCTV അല്ലേ, വാട്സപ്പിൽ കണ്ടല്ലോ. ആ CCTV എല്ലാ നാട്ടിലും ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ ആമയൂർ പ്രദേശത്തൊക്കെ ഉണ്ടാവും എന്തായാലും ആ ഒരു CCTV. പിന്നെ കൊലയുമിരിക്കുന്ന ആൾക്കാർ ഓല കണ്ണുപ്പെടാതെ ഒരൊറ്റ കുട്ടിക്കല്ലേ പോകാൻ പറ്റില്ല. ഒരു കാർക്കും നോക്കും, അത് ആരെ കാറ ഓട്ടോറിക്ഷയ്ക്കും നോക്കും, ബസ്സൊക്കെ നോക്കും, ആരാ വരുന്നത് പോണത് അവരറിയാതെ ഈ നാട്ടിൽ ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കള്ളക്കളി അങ്ങനെ പെട്ടെന്ന് നടക്കൂല നാട്ടിൽ. നാട് വിട്ടാൽ അതല്ലല്ലോ അവസ്ഥ. ഫ്ലാറ്റ് ജീവിതങ്ങളാണ്, അയൽപക്കത്തുള്ള ആൾ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയില്ല, തൊട്ടടുത്ത റൂമിൽ. ആരെ പേടിക്കാൻ? നാട്ടുകാരില്ല, വീട്ടുകാരില്ല. അതുകൊണ്ടാണ് രാജ്യം വിട്ടു പോകുമ്പോൾ നമ്മളെ മക്കളൊക്കെ ബാംഗ്ലൂരിൽ പോകട്ടെ വാപ്പ, അവിടെ നല്ല സ്ഥാപനങ്ങളുണ്ട് പഠിക്കാൻ. ശരിയാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. മദ്രാസ് പോയിട്ട് പഠിക്കാം, ചെന്നൈയിൽ പോയിട്ട് പഠിക്കാം, ഡൽഹിയിൽ പോകാം, ബോംബെയിൽ പോകാം, ഒക്കെ നല്ല രസമുള്ള ഏർപ്പാടാണ്. പക്ഷേ കരുതലോടെ നോക്കിയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനും അഖീദയും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെടും. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹുവെ നീ കാവൽ നൽകണേ തമ്പുരാനെ. യൂസുഫ് നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മഹാനായ പ്രവാചകനത് ഉത്തരം കൊടുക്കാതിരുന്ന ആ ഒരു സാഹചര്യം ആലോചിക്കണം. ഒന്ന്, നല്ല ആരോഗ്യമുള്ള ആളാണ് യൂസുഫ് നബി. വയസ്സായപ്പോഴല്ല ഈ സംഭവം, യൂസുഫ് നബി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണിത്. നല്ല യുവാവാണ്, പുറമേ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തവരാ കുറച്ച് കുരുത്തക്കേടൊന്നും തിരക്കേടില്ല എന്ന് വിചാരിക്കണത് അല്ലേ. അങ്ങനെ കുരുത്തക്കേട് ഇങ്ങനെ കളിച്ച് നടക്കുമ്പോഴേ പിന്നെ വാപ്പാരെ കെട്ടിച്ചു വിടുക, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, എന്നിട്ടെങ്കിലും നന്നാട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് നന്നാവണില്ലെങ്കിൽ പിന്നെ ഗൾഫ് കുറഞ്ഞേക്കുക, ഇവിടെ സഹിക്കാൻ വയ്യ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ല. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി. ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വൈകാരിക തോന്നലുകൾ തോന്നാനിടയുള്ള ഒരു മനുഷ്യനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷെ അള്ളാഹു അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. നാട്ടിലല്ല, പേടിക്കേണ്ട കാര്യമില്ല. നല്ല തറവാടും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ്, സ്വന്തം ഭർത്താവ് പുറത്തുപോയൊരു നേരത്ത് ആരുമില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കുകയാണ്. നാടില്ല, യൂസുഫ് നബി അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്തു പറയുന്നുവോ അത് കണ്ണും ചിമ്മി ചെയ്തേക്കണം. യൂസുഫ് നബി അടിമയാണ് അവിടെ. ആ അടിമയായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സയ്യിദത്ത്, തൻ്റെ മിസ്ട്രസ്, തൻ്റെ യജമാനത്തിയാണ് ഈ പറയുന്നത്. ഏതടിമയും ഏത് തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും ഉടമയോ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. പക്ഷെ യൂസുഫ് നബിയുടെ മറുപടി വന്നു, ലാ, ഞാനത് ചെയ്യൂല. എന്നെ നിങ്ങൾ അതിന് വിളിക്കണ്ട. ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എൻ്റെ റബ്ബെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഒരർത്ഥം. അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ അസീസ്, അദ്ദേഹം എന്നോട് ഒരുപാട് നല്ല നിലക്ക് ഉപകാരം ചെയ്ത ആളാണ്. എൻ്റെ പരിശുദ്ധനായ അള്ളാഹു എന്നോട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. ആ റബ്ബിനെ എതിര് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് പറയാൻ എൻ്റെ മുഅ്മിനെ എത്ര ഈമാൻ വേണം. പെൺകുട്ടികളൊരു മെസ്സേജ് അയക്കുമ്പോഴേക്കും റോങ് കോൾ വരുമ്പോഴേക്കും വീണു പോവുക, പിന്നെ അങ്ങോട്ടേക്ക് സ്നേഹമായി അടുപ്പമായി അതായി ഇതായി. വാട്സപ്പുകളിലൂടെ വരുന്നുണ്ടാകുന്ന ഫിത്നകൾ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഭർത്താവിനോട് ഭാര്യ പറയേക്ക് നിങ്ങളെ വേണ്ടാന്ന്. എന്തേ? അവൾക്ക് വേറെ ഏതോ ബന്ധമുണ്ട്. എവിടുന്ന് ബന്ധം? വാട്സപ്പിലൂടെ വേറെ ആരെയോ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഞാനിപ്പോൾ അബുദാബി ഇന്നലെ രാത്രി ഈ സമയം അവിടുന്ന് വരുന്ന സമയം കരഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, എൻ്റെ ഭാര്യ 6 കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇപ്പം ഇങ്ങനെ എന്നെ വേണ്ടാന്നാണ് പറയണത്. എൻ്റെ കാരണം ഇങ്ങനെയാണ്, വേറെ ആരോടൊരു ബന്ധമുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ വേണ്ട എന്നാണ് പറയണത്. 6 കൊല്ലം അവളെ ഗൾഫിക്കും കൊണ്ടുപോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. എന്തേന്നറിയോ? തിന്മയുടെ ഒരു വാതിൽ തുറന്നു കിട്ടാൻ നമ്മൾ കാത്തിരിക്കാൻ. അത് മലർക്കയെ തുറന്നു വെച്ചു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. എന്നിട്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്കാണ് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് 7 വിഭാഗങ്ങളിൽ. വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദഅത ദാതു ആലിം മൻസിബിൻ വജമാലി. അല്ലാഹു കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഈമാൻ കടഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ്, അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള തറവാടുള്ള ഒരു ചെറുപ്പക്കാരൻ
ഒരു ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയോ അതിന് സാഹചര്യം ഒത്തുകിട്ടുകയോ ചെയ്തിട്ട് ഞാനത് ചെയ്യില്ല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു പെണ്ണേ എന്നൊരു ആണും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് ഒരു പെണ്ണും തന്നെ ഹറാമിലേക്ക് വിളിക്കുന്നവനോട് മറുപടി പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് നാളെ മഹ്ശറായുടെ ചൂടിൽ നിന്ന് അല്ലാഹു തണുപ്പ് കൊടുക്കാൻ വേണ്ടി അർശിന്റെ തണൽ വിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയേ ചരിത്രങ്ങളിൽ വെച്ച് അതിമനോഹരമായ ചരിത്രമാണ് നബിയേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയായിരുന്നിട്ട് പോലും ജയിലിലടക്കപ്പെടുകയാണുണ്ടായത്. ജയിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. അപ്പോഴാണ് മഹാനവറുകൾ അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി, വ്യഭിചാരം എന്ന തിന്മയിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നുവല്ലോ, ആ തിന്മ ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ലത് ജയിലിൽ കഴിയലാണെന്ന് പറഞ്ഞ് നിരപരാധിയായിരുന്നിട്ട് ജയിലിൽ കഴിഞ്ഞ ചരിത്രമാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റേത്. എന്തെല്ലാം പരീക്ഷണം മുഅ്മിനേ! ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ നിരപരാധിയായിരിക്കെ വ്യഭിചാര ആരോപണം പോലുള്ള ഗുരുതരമായ ആരോപണം നേരിട്ട നമ്മുടെ ഉമ്മയാണ്, വിശ്വാസിനികളുടെ ഉമ്മയാണ് ഉമ്മുനാ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. സിദ്ദീഖ് തങ്ങളുടെ മകൾ, സത്യസന്ധയായ ഉമ്മ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒറ്റക്കായി പോയപ്പോ യുദ്ധത്തിൽ വീണുപോയ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പിന്നാലെ നടന്നു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ ബീവിയെ വഴിയിൽ വെച്ച് കാണുകയും ആ സമയത്ത് ഉറക്കച്ചടവിനാൽ പ്രഭാതത്തോടടുക്കുന്ന നേരത്ത്, ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള ആ നേരത്ത് ഒരു പാറക്കല്ലിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ ആയിഷ ബീവിയെ, ഹിജാബ് ധരിച്ചിരിക്കുന്ന ബീവിയെ ഹിജാബിന്റെ മുമ്പ് കണ്ട് പരിചയമുണ്ടായതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണോ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് വരുമ്പോൾ പറയുന്ന വാക്കാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്കായി പോയത് കണ്ടിട്ട് ഇന്നാ ലില്ലാഹി ചൊല്ലിയ ആ ശബ്ദത്തിൽ ഉണർന്നുപോയി ആയിഷ റളിയല്ലാഹു അൻഹ ആ മഹദിയോട് ഒരു സംസാരം പോലും സംസാരിക്കാതെ, എന്തു പറ്റി ബീവി നിങ്ങൾക്കെന്നോ, കഥ എന്താണെന്ന് പോലോ ചോദിക്കാതെ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴ്ത്തി കൊടുക്കുകയും ഒട്ടകപ്പുറത്ത് കയറാൻ പറയുകയും ചെയ്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പാടുള്ളതല്ലല്ലോ, ശരീരം ഒട്ടിക്കിടക്കാൻ പാടുള്ളതല്ലല്ലോ. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആ മരുഭൂമിയിലെ യാത്ര മുഴുവൻ ഒട്ടകപ്പുറത്ത് വരേണ്ടിയിരുന്ന മഹാൻ ആയിഷ ബീവിയെ മേലെ ഇരുത്തി കയറ് പിടിച്ച് മരുഭൂമിയിലൂടെ കല്ലിലും മണലിലും ചവിട്ടി മദീനയിലേക്ക് വന്നപ്പോഴാണ് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച്, അന്നത്തെ കപടവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ച് സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്ന ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടും കണ്ണുയർത്തി നോക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് വ്യഭിചാര ആരോപണം നടത്തുകയുണ്ടായ അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫതൂബി ഇലല്ലാഹ്. ആയിഷ, സഫ്വാൻ ഇബ്നു മുഅത്തിലിനോടൊരു പ്രേമമോ ഒരടുപ്പമോ എന്തെങ്കിലും ഒരു തെറ്റോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ ആയിഷ ബീവി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. വ ഇൻ കുൻതി ബരീഅ, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഫസയുബർരിഉകില്ലാഹ്, അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ദിവസങ്ങളോളമായി ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു വഹയി കൊടുക്കാതെ, എന്താണതിൻ്റെ നിജസ്ഥിതി എന്നറിയാതെ ആയിഷ ബീവിയോട് സ്വന്തം വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ആരോപണം സ്വന്തം ഭാര്യയെക്കുറിച്ചാണെങ്കിൽ പോലും കണ്ണു ചിമ്മി നിഷേധിക്കുകയോ ഇല്ല എന്ന് പറയുകയോ ചെയ്യലല്ല രീതിയെന്നും
സത്യാവസ്ഥ മനസ്സിലാക്കാൻ അന്വേഷണം നടത്തണമെന്നാണ് അതിൻ്റെ രീതിയെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, ബീവി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മാ എന്താണ് എനിക്ക് പറ്റിയതുമ്മ, എന്താണ് എനിക്ക് പറ്റിയതുമ്മ, എന്തേ റസൂൽ എന്നോട് മിണ്ടാത്തത്? ബീവിക്കറിയുമായിരുന്നില്ല നിരപരാധിയായ ഒരു പെണ്ണിനെ കുറിച്ച്, അതും ഹബീബായ നബി തങ്ങൾ എന്ന ത്വയ്യിബായ എല്ലാ മനുഷ്യരെക്കാളും ശുദ്ധരിൽ ശുദ്ധരായ ഇന്നൽ മുത്തഖീന ഇന്ന അത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത് എന്ന് ഖുർആൻ പറഞ്ഞ സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെയാണ് അള്ളാഹു ഇണയാക്കി കൊടുക്കുന്നത്. നല്ല മനുഷ്യർക്ക് നല്ലവരെയാണ് അള്ളാഹു തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരിൽ നല്ലവരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരെ എങ്ങനെയാണ് ഇണയാക്കി കൊടുക്കുകയെന്ന് ഏത് മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന പരമമായ ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് മനുഷ്യരിൽ മുഴുവനും ഈ ഒരു റൂമർ പറഞ്ഞു പരത്തുകയും അള്ളാഹുവിൻ്റെ ഹബീബിനെ മനസ്സ് വേദനിപ്പിക്കുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് നൊന്തുപോവുകയും ചെയ്ത നേരത്ത് ബീവിയോട് ഉമ്മ പറയുന്നു, ആയിഷ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, ഭർത്താവ് ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ആ ഭർത്താവിന് വേറെ ഭാര്യമാരുണ്ടെങ്കിൽ സ്വാഭാവികമായും അസൂയ വരും മോളെ. അസൂയ കൊണ്ടുണ്ടാകുന്ന വിഷയമാണ്, മോളൊന്നും വിഷമിക്കണ്ട എന്ന് മോളെ സമാധാനിപ്പിക്കുന്നു ആയിഷ ബീവിയുടെ ഉമ്മ. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീടാണ് അറിയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെവിയിലെത്തിയ വിഷയം ഗുരുതരമായ ആരോപണമാണ്. തന്നെക്കുറിച്ചും നിരപരാധിയായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവരുടെ മകൻ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയെ, ആ സ്വഹാബിയെയും ചേർത്ത് വെച്ചുള്ള കഥയാണ് നടക്കുന്നതെന്നറിഞ്ഞപ്പോൾ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയൊരു വാക്കുണ്ട്, നിരപരാധികളായ ആരെങ്കിലും ഒരാൾ ചെയ്യാത്തൊരു തെറ്റിനു വേണ്ടി ആരോപണ വിധേയമാകും നേരത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ അനുഭവം എന്ന് ഓർത്തു നോക്കിയാൽ മതി. എത്രയാ ബീവി ഉറങ്ങാതെ കിടന്നത്, എത്രയാ ബീവി കരഞ്ഞത്. ബീവിക്ക് പനി പിടിക്കുകയാണുണ്ടായത്. അല്ലാഹുവേ 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 എനിക്കെന്തു പറ്റി എന്ന് ചോദിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങൾ വരുന്നു ബീവിയെ കാണാൻ. കൈഫതീകും, എന്തുണ്ട് എന്ന് മാത്രം നബി തങ്ങൾ ചോദിക്കുന്നു. തമാശ പറയുമായിരുന്ന നബി, ആയിഷു എന്ന് വിളിച്ചിരുന്ന നബി. യാ ഹുമൈറ, വെളുത്തു ചമന്നവളെ എന്ന് വിളിച്ചിരുന്ന ഹബീബായ നബി. ആ വിളിയാളമൊന്നും ഇനി കേൾക്കാനില്ല. കൈഫതീകും കൈഫതീകും എന്ന് പറയുന്നു, എങ്ങനെയുണ്ട്. ബീവിക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ബീവി ചോദിക്കുന്നു ഉമ്മയോടുമ്മ, റസൂലുള്ളാഹിനോട് നിങ്ങൾ മറുപടി കൊടുക്കിൻ എനിക്ക് വേണ്ടി. ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എന്നെ പറ്റി ആരോപണം ഉയരുമ്പോൾ ഉമ്മ നിങ്ങൾ മറുപടി കൊടുക്കണം. ഉമ്മ പറഞ്ഞു, മോളെ റസൂലുള്ളാഹിനോട് സംസാരിക്കാനുള്ള ധൈര്യം ഉമ്മാക്കില്ല. പിന്നെ പറഞ്ഞു സിദ്ദീഖ് തങ്ങളോട് വാപ്പയോട്, ഉപ്പാ എനിക്ക് വേണ്ടി റസൂലുള്ളാഹിക്ക് മറുപടി കൊടുക്കിനുപ്പാ. പറയാൻ ധൈര്യമില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അവർ പറഞ്ഞു, മോളെ നിനക്ക് പറയാനുള്ളത് നീ തന്നെ അങ്ങ് പറഞ്ഞേക്കണം. അന്നേരം ആയിഷ ബീവി പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബീവി റളിയല്ലാഹു അൻഹ ഹമിദല്ലാഹ് ഹമിദത്തില്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലി, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഹബീബ് ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ എൻ്റെ റബ്ബിനറിയാം നിങ്ങൾ ഈ പറയുന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അറിയണോ, ആ തെറ്റ് ഞാൻ ചെയ്യാത്തത് ഞാൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിനറിയാം ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലസദ്ദഖ്തുമൂനി, നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കും, നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറയും. പക്ഷെ അവിടുത്തെ ശരി ഞാൻ ചെയ്തിട്ടില്ലെന്നാണ്. എന്നാൽ അള്ളാഹു അറിയുന്ന പരമമായ സത്യം ഞാനങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല. ഇവിടെ ഞാൻ യൂസുഫ് നബിയെ ഓർത്തു പോവുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിരപരാധിയായ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ആ ചെയ്യാത്തത് സത്യമായി ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുമില്ല.
എന്നാൽ അല്ലാഹുവിനറിയാം ഞാനത് ചെയ്തിട്ടില്ലെന്ന്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ റബ്ബിലേക്ക് ഞാൻ വിടുകയാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ സംഭവത്തിന്റെ തുടക്കത്തിലെ ആയിഷ ബീവി ദുആ ചെയ്ത ദുആയായിരുന്നു അത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഏത് കുതന്ത്രവും അതിജീവിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു പ്രയാസം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായാൽ ഈ ദിക്റങ്ങ് ചൊല്ലിയേക്കണം. ഒരു കുതന്ത്രവും ഫലിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിരപരാധിയാണ് എന്ന വിവരം 11 ആയത്തുകളിലായി സൂറത്തുന്നൂർ അവതരിക്കുകയാണ്. സൂറത്തുന്നൂർ അവതരിക്കുകയാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു ഷർറാണെന്ന് വിചാരിക്കേണ്ട. ഇത് നിങ്ങൾക്ക് പാഠമുണ്ട്, ഇത് നിങ്ങൾക്ക് നന്മയുണ്ട്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ലഉസ്ബതും മിൻകും. നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെയാണ് ഈ വിഷയങ്ങൾ ഏറ്റുപിടിച്ചത് എന്നവരെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം അല്ലാഹു ആയത്തുകളായി സൂറത്തുന്നൂറിന്റെ ആദ്യ ഭാഗം ഇറക്കി കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഓടി വന്നു പറയുന്നു, ആയിഷ അബ്ശിരി അബ്ശിരി, സന്തോഷിക്കുമോളെ ആയിഷ, സന്തോഷിച്ചോളൂ. ഇന്നല്ലാഹ അൻസല ഫീകി, അല്ലാഹു നിങ്ങളെക്കുറിച്ച് ആയത്തിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങൾ സൂറത്തുന്നൂറിലെ ആയത്തുകൾ അങ്ങ് ഓതി കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം പറഞ്ഞിട്ട് നിരപരാധിത്വം വിവരിക്കുന്ന ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു, മോളെ ഖൂമീ ഇലാ റസൂലില്ലാഹി വഷ്കുരി, എഴുന്നേൽക്ക് മോളെ, റസൂലുള്ളാഹിനോട് നന്ദി പറയേ. എഴുന്നേൽക്ക് മോളെ, നബിയോട് നന്ദി പറയും മോളെ, നബിയോട് നന്ദി പറയേ. അന്നേരം ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, മനസ്സിൽ ഒരുപാട് വിഷമം കൊണ്ടു നടന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ഉറങ്ങാത്ത എത്രയോ രാവുകൾ കഴിച്ചുകൂട്ടിയ ബീവി റളിയല്ലാഹു അൻഹാ, ആ നേരത്തൊരു മറുപടി കൊടുത്തു, ഉമ്മാ, റസൂലുള്ളാഹിനോട് ഞാൻ നന്ദി പറയുന്നില്ല, ഞാൻ നന്ദി പറയുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുല്ലദീ ബർറഅനി മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹുവല്ലേ ഉമ്മ എൻ്റെ നിരപരാധിത്വം ഇറക്കിയത്. എൻ്റെ റസൂലുള്ള പോലും എൻ്റെ ആ ആരോപണ വിഷയത്തിൽ എന്നെ മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ റബ്ബല്ലയോ ഉമ്മ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോടാണ് നന്ദി പറയുന്നത്. യാ റബ്ബ് ലക്കൽ ഹംദ്, യാ റബ്ബ് ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ഒരു കടുത്ത പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും പൊട്ടിത്തെറിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയാതെ ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിക്കുകയോ ഹബീബായ നബി തങ്ങളുടെ വിഷയത്തിൽ നബി തങ്ങളുടെ വശം ചേർന്ന് ചിന്തിക്കുകയും നിരപരാധിത്വം ബോധ്യപ്പെടാതെ എങ്ങനെയാ നബി തങ്ങൾ എന്നെ കൊണ്ടുപോവുക എന്ന് ചിന്തിച്ച് അള്ളാഹു ഒരു തീരുമാനമിറക്കുന്നവരെ ക്ഷമ പാലിക്കാൻ വേണ്ടി കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞു പോയത്. കാലാകാലങ്ങളിൽ വരുന്ന മനുഷ്യർക്ക് മുഴുവനും ലോകാവസാനം വരെ ഓതുന്ന മുഴുവൻ ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധയായിരുന്നു, ഒരു തെറ്റ് ചെയ്തവളല്ല എന്ന് അള്ളാഹു വിവരിക്കുന്ന ആയത്തുകൾ ആ ഉമ്മയുടെ പരിശുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്ത വചനങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ ആയത്തുകളായി അള്ളാഹു ഇറക്കുമെന്ന് ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു. ബീവി വിചാരിച്ചു എൻ്റെ വിഷയത്തിലെ നിരപരാധിത്വം അള്ളാഹു നബി തങ്ങൾക്കൊരു സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാവും, എന്നാൽ എൻ്റെ വിഷയത്തിൽ ആയത്തുകൾ ഇറങ്ങാൻ മാത്രം ഗൗരവമുള്ളതാണ് എൻ്റെ വിഷയമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. നിരപരാധിയായ ഒരാൾ അപരാധം ഏറ്റുവാങ്ങുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഒരാൾ തുറങ്കലിൽ അടക്കപ്പെടുമ്പോൾ,
ചെയ്യാത്ത പാപങ്ങൾ ഒരാളുടെ മേൽ ആരോപിക്കപ്പെടുന്നത്, ഇതെല്ലാം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു കൈപ്പേറിയ അനുഭവങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ ക്ഷമയും നമ്മുടെ പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ്, നമ്മൾ എത്രത്തോളം ക്ഷമ പാലിക്കുന്നു, എത്രത്തോളം നമ്മൾ അവധാനത പാലിക്കുന്നു, എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. നമ്മൾ നേരത്തെ ഓതിവെച്ച ഹദീസ് അതാണ്. യുബ്തലർ റജുലു അലാ ഖദ്രി ഈമാനിഹി, ഓരോ മനുഷ്യന്റെയും ഈമാനിന്റെ തോതനുസരിച്ചാണ് അല്ലാഹു ആളുകളെ പരീക്ഷിക്കുന്നത്. ഇൻ കാന ഫീ ഈമാനിഹി ഖുവ്വത്തുൻ സീദ ഫീ ബലാഇഹി, നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. മുഅ്മിനായ മനുഷ്യന് പരീക്ഷണങ്ങൾ ആണിനും പെണ്ണിനും അല്ലാഹു നൽകും. എന്നിട്ട് എന്ത് നൽകുമത്രേ? ഫയംശി അലൽ അർളി വമാ അലൈഹി ഖത്വിആ, അങ്ങനെ ഭൂമിയിലൂടെ നടക്കുന്ന മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വമാ അലൈഹി ഖത്വിആ, അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ഇല്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധിയാക്കി എടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ വഴിയിലേക്ക് നമ്മളെ ചേർത്തി തരട്ടെ. അല്ലാഹു നമ്മെ സജ്ജനങ്ങളാക്കി തരട്ടെ. അല്ലാഹു നമ്മെ സജ്ജനങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.